നമ്മ കടിക്ക് എന്താ വെച്ചാൽ റീവണ്ടി വിചാരിച്ചിട്ട് നമ്മൾ അങ്ങാണ്ട് എടുത്തേക്കില്ല. ലോ ക്ലാസ് കേട്ടില്ല, നല്ല ക്വാളിറ്റി. റീവണ്ടി ആണെങ്കിൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി മാത്രം നമ്മൾ ഓട്ടം കമ്മിയിൽ കിട്ടാൻ പ്രയാസം. ഇവിടെ വന്ന എല്ലാം കിട്ടും, ഓട്ടം കമ്മിയിലും ഓട്ടം കൂടുതലും ലെവലൊക്കെ കിട്ടുമല്ലേ. ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? 50,000 മുടക്കിൽ നല്ല കസ്റ്റമറൊക്കെ നമുക്ക് സുഖമായിട്ട് ഇറക്കാമല്ലേ. നല്ല ചൊറുക്കല്ല ബ്ലാക്ക്. ഇത് 2019. 18-19. ഇത് 1.4 വണ്ടി. സർവീസ് 10 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള 140 ഓടി വണ്ടി ഓടിക്കണ്ടല്ലേ. 10 സർവീസിലെ കറക്റ്റ് A to Z ഹിസ്റ്ററി എടുത്തവർക്ക് 5,60,000 രൂപ കൊടുക്കാം. 5,60,000 കൊടുക്കാം. അതിന് കുറക്കണ്ടോ? എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും ചെയ്തു. 1 ലക്ഷത്തിന്റെ സർവീസ് 1 ലക്ഷം രൂപയുടെ സർവീസ് കമ്പനിന്ന് എടുത്തു. ചിന്തിക്കണ്ട. 10 കറക്റ്റ് 3 മാസത്തില് കറക്റ്റ് സർവീസ് ആണ്. 2015 വണ്ടിയാണ്. 15 അത് 14, ഇത് 15. ആ നിലക്ക് ഈ വണ്ടി കൊടുക്കാം. അവലൊക്കെ വണ്ടി കൊടുക്കാം. അത് 7 സീറ്റ് 8 സീറ്റിലെ 8 സീറ്റ്. നമ്മളങ്ങനെ 2 ആഴ്ചന് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള MK മോട്ടോഴ്സിലാണ് വീണ്ടെത്തിക്കണം. ബാബാക്കാനടുത്ത് കണ്ടമാനം വണ്ടികള് ഷെഡ് പറഞ്ഞ റോട്ടുകൾ എത്തിക്കണം. അമ്മാരി വണ്ടികൾ ഏകദേശം 100-150 അടുത്ത് വണ്ടികളുണ്ട്. കുറെ വണ്ടികൾ കയറാനുണ്ട്. നമ്മളെ കൂടുതൽ ബാബാക്ക വീഡിയോയിലേക്ക് സ്വാഗതം. സുഖല്ലേ? എല്ലാം വില കുറവിൽ കൊടുക്കാണല്ലോ. 65,000 രൂപയ്ക്ക് സാൻഡ്രോ ഉണ്ട്, 95,000 രൂപയ്ക്ക് അൾട്ടോളുണ്ട്, ഫുൾ ഓൺ കുറെ കാറുകളുണ്ട്. ഒക്കെ ഉണ്ടല്ലേ. ഇന്നോളൊക്കെ 1.5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. 1.5 ലക്ഷം രൂപ മുടക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതായത് ക്രിസ്റ്റകളുണ്ട്, വേറെ ഇന്നോവകളുണ്ട്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്ത് കോഴിക്കോട് റോഡിന് ക്ലാസിക് ഉണ്ടാവിന്റെ ഓപ്പോസിറ്റ് മച്ചിങ്ങിലാണ്. ക്ലാസിക് ഉണ്ടായി ഓപ്പോസിറ്റ് MSM ഓഡിറ്റോറിയത്തിന് ചാരിട്ടാണല്ലേ. ഫ്ലഡും മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് നമുക്ക് ഫുൾ ഗ്യാരണ്ടി എങ്ങനെയും കൊടുക്കാം. എഴുതി ഒപ്പിട്ടാൻ കൊടുക്കാം. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണ ഇല്ല, ഗ്യാരണ്ടി ആണ്. ഇതുവരെ എടുത്തിട്ടില്ല. അതെ. ഈ വെള്ളം കയറിയല്ലോ, അതില് പെട്ടോ ഇല്ലല്ലോ. വെള്ളം കയറിയപ്പോ 12 മണിക്ക് നമ്മള് പെട്ടു. നമ്മള് മാറ്റല്ലേ. വെള്ളം ആവശ്യം ഇവിടെ കയറിന് വശപ്പെടുത്ത വണ്ടികളൊക്കെ 12 മണിക്ക് ഇവിടുന്ന് മാറിക്കൊണ്ടോ. ഇത്രയൊക്കെ കയറിയിട്ടുള്ളൂ. ഇവിടുന്ന് ഈ ലെവല് കയറി വണ്ടിയില്ല. അതൊക്കെ മാറ്റിക്കോളല്ലേ. ഒക്കെ നമ്മള് പെരിയ കൊണ്ടല്ലേ. നമ്മള് ഹൈറ്റുള്ള ഭാഗത്ത് കൊണ്ടുള്ള ഇവിടെ കുട്ടികള് കുറെ ചെക്കന്മാരുണ്ട്. എല്ലാരും വരെ വണ്ടി കൊണ്ട് ഇങ്ങനെ പോയി. ഞാനിവിടെ ഇല്ലേന്. ഞാൻ വന്നപ്പോ ഏകദേശം വണ്ടികളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടല്ലേ. ഒക്കെ നമ്മ നാട്ടുകാര് ഭയങ്കര ഉഷാറായി. അപ്പൊ എന്താ വെച്ചാ ഇവിടെ കൊറേ വീടുണ്ട്. വീട്ടുകാര് തന്നെ 1 മണിക്കൂർ എനിക്ക് ഇങ്ങോട്ട് സൈഡ് ആക്കിക്കോളി, അങ്ങോട്ട് സൈഡ് ആക്കിക്കോളി. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അങ്ങോട്ട് കയറ്റിട്ടു. അപ്പുറത്തെ നമ്മുടെ സ്നേഹിതന്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ കയറ്റിട്ടു. എന്തായാലും 100ഓളം വണ്ടികൾ വെള്ളം കയറിയിട്ടില്ല. ആ ഗ്യാരണ്ടിയിൽ പറഞ്ഞു തരും. ഫ്ലഡും മേജറാസുകളും ഗ്യാരണ്ടി ആണല്ലോ. ഗ്യാരണ്ടി കൊടുക്കാം, എല്ലാം കൊടുക്കാമല്ലേ. നമുക്കൊരു 3 പാർട്ട് ചെയ്യാണ്ടോ. നല്ല അടിച്ചു പൊളിച്ചായിട്ട് ഇപ്പൊ ലാവിശാരി ചെയ്യാലോ അല്ലേ. തലവരെ റോഡ് കത്തിക്കൂല്ലേ. ഒക്കെ വീഡിയോ കണ്ടാലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കും. നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കണ്ടപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം. വെറും 1 ലക്ഷം മുടക്കിൽ നല്ല അടിപൊളി ലിവയാണ്. നല്ല ഫ്രഷ് അടിപൊളി വണ്ടിയില്ലേ. നമ്മളെ കൂടുതൽ ഭാഗമൊക്കെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ലേ. 100 കണക്കിന് വണ്ടികളുണ്ട്. അവിടുന്ന് ഈ തല വരെ എത്തിയപ്പോ അല്ലെ. റോട്ടുകൾ എത്തിക്കണം നമ്മളെ വണ്ടി ഷോപ്പില്. അതാണ്. അപ്പൊ എങ്ങനെ ഇതില്ലേ? 2012 റീ ആയ വണ്ടിയാണ്. 12 ആണ്. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ GD ആണ്. GD ആണ്. SP ഉണ്ടോ? SP ഇല്ല. GD മാത്രമേ ഉള്ളൂ. GD മാത്രമേ ഉള്ളൂ. ഓക്കെ. എത്ര ഓടിയാണെന്നാല്? ഇത് 1.5 ഓട്ടം. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓട്ടണ്ടോ? ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി പറയണ്ട. പുറത്ത് വണ്ടി അതുകൊണ്ട് നമ്മൾ മീറ്റർ കാണാൻ പറയുള്ളൂ. ഗ്യാരണ്ടി പറയണ്ട. പുറത്ത് വണ്ടിക്ക് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതെ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പിലാണ് ഉള്ളത്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസും കാര്യമൊന്നും ഒന്നും അറിയില്ല. ഒക്കെ കറക്റ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. റീവണ്ടിനും അറിയില്ല. ഇല്ല. ഇതൊന്ന് കേക്ക് കുട്ടപ്പനാക്കാൻ വാഷിങ്ങിന് ഇടാണ്ട് ഇന്നലെ വന്നിട്ടുള്ളൂ. ചൊറുക്കാക്കിട്ടാണ് കൊടുക്കും. കൊടുക്കാം. എത്ര ഈ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? ഇത് 3.30 ചോദിക്കുന്നുണ്ട്. ഒരു 3.25 റുപ്യ ഫൈനലാക്കി ഫൈനലായിട്ട് കൊടുക്കാം. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഒരു 2.5 റുപ്യ ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 150 റുപ്യ 90 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാമല്ലേ. നല്ല പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാമല്ലേ. ഇതിന് 3 വർഷമല്ലേ അടവിട്ട? 3 വർഷം അല്ല 5 വർഷം കിട്ടൂലല്ലോ. 3 വർഷം കിട്ടുക. ഡീസലാണ് വരുന്നത്. ഡീസലാണ്. എത്ര മൈലേജ് കിട്ടും? ഇത് 18-20 എല്ലാവർക്കും അറിയണ്ടല്ലോ. മൈലേജ് കിട്ടും. കംപ്ലൈന്റ് വരാത്ത അടിപൊളി ടയോട്ടല്ലേ. വരൂല. 10 ലക്ഷം കുൽക്കാതെ ഓടും. അങ്ങനെ എന്നാ അടുത്ത വണ്ടി നല്ല അടിപൊളി XUV ബ്രസ് ആണല്ലോ. ഇത് 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 17 സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ കമ്പനി സ്ഥലമുണ്ട്. കറക്റ്റ് സർവീസ് 10 കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള 140 ഓടി വണ്ടിയാണ്. ഓടിക്കണ്ടല്ലേ. 10 സർവീസിലെ കറക്റ്റ് A to Z ഹിസ്റ്ററി എടുത്തോട്ടെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
A to Z കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി എത്ര ഓടിക്കണ്ട റീപ്ലേസ്മെന്റ് ഇല്ല 140 ഓടിക്കണ്ടില്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ചെയ്യാത്തതുണ്ട് കാര്യങ്ങള് സർവീസ് ബുക്ക് എല്ലാം ഉണ്ട് 400 നമ്പർ ഉണ്ടല്ലേ എത്ര ഈ വണ്ടി ചോദിക്കും 7 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കണ്ടേ നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ 7 ലക്ഷത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ലോൺ എത്ര കയറും ഇത് നമുക്ക് 7 ലക്ഷം റുപ്യന്റെ ലെവലില് ലോൺ ചെയ്തു മാക്സിമം ലോൺ കയറും ചെയ്ത് കൊടുക്കാം ഒരു 10-50,000 മുടക്കല്ലോ അടിപൊളി ഉണ്ടാകാം അതെ നല്ല കസ്റ്റമറോ പ്രൊഫൈലൊക്കെ ഉണ്ട് അതിനനുസരിച്ചൊക്കെ ചെയ്തു മാക്സിമം ചെയ്യാലേ ഇപ്പൊ ഫുൾ ലോൺ കയറും പ്രൊഫൈൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞില്ലേ അതെ പ്രൊഫൈൽ എങ്ങനെ അതിനനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ 18-20 മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അതും ധൈര്യം പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട അമേസ് ആണല്ലോ ഇത് 2019 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ 19-33 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഹിസ്റ്ററിലുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇത് ഓപ്ഷൻ വരുന്നുണ്ട് ഡീസൽ SMT ഓപ്ഷൻ വരുന്നത് ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടോ ബോഡി പാറ മൈലേജ് ഇതിന് റീപ്ലേസ് വന്നാല് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല വണ്ടി ഗ്യാരണ്ടി ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാൻ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ അതെ സീറ്റുകൾക്കല്ല അടിപൊളിയില്ല അതന്നെ അവരൊക്കെ ചെയ്തോണ്ടില്ല വണ്ടി ഓട്ടം ഇല്ല അതാണ് മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ പ്ലസ് പോയിന്റ് എത്ര വണ്ടികൾ ഓട്ടം കമ്മിയിൽ കിട്ടാൻ പ്രയാസം ഇവിടെ വന്ന എല്ലാം കിട്ടും ഓട്ടം കമ്മിയിൽ ഓട്ടം കൂടുതലും മീഡിയം ലെവലൊക്കെ കിട്ടുമല്ലേ എത്ര വയ്ക്കണ്ടേ ഇത് നമുക്ക് 8.25 റുപ്യ ചോദിക്കണ്ടേ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം 8.25 കുറച്ച് തരും ലോൺ എത്ര കയറും ഏകദേശം 7.25 ചെയ്തു 8.25 ലോൺ കയറും ചിലപ്പോ ഫുള്ളും കയറൂല പ്രൊഫൈൽ നോക്കിട്ട് എങ്ങനെ ചെയ്യും സിവിൽ സ്കോറും കാര്യം ട്രാക്കും സ്റ്റേറ്റ്മെന്റും നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം പോലെ നമ്മുടെ ഷോപ്പിക്ക് വന്നോട്ടെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് നമുക്ക് നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം അതിന് ഒക്കെ ടീം കൂടെ റെഡിയാണ് വരുന്ന ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലേ എത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ ഇത് 25 വരെ കിട്ടുമല്ലേ അത്ര ഗ്യാരണ്ടി ആണല്ലേ നല്ല ദമ്മിൽ പോകാം ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ബലേനാണല്ലോ ബലാന ഇതും ഡീസലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഡീസലാണ് എത്ര മോഡൽ 18 മോഡൽ 18 അൽഫ ഓപ്ഷനിലാണ് സൈഡിൽ സ്കാറ്റിംഗ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എത്ര ഓടിക്കണെന്നാല് ഇത് 1,08,000 കറക്റ്റ് സർവീസ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കറക്റ്റ് ഹിസ്റ്ററിൽ വണ്ടിയാണല്ലേ അതെ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് AC ബസ് സ്റ്റാൻഡിങ് 4 ഡോർ വിൻഡോ ഒക്കെ ഉണ്ട് നല്ല അടിപൊളി വണ്ടി ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് മോഡൽ ടോപ്പ് എൻഡില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് 7 ലക്ഷം റുപ്യ ചോദിക്കണ്ടേ അത് ചോദ്യം മാത്രമാണ് എന്തായാലും കുറച്ചുണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാൻ പറ്റും ലോണുകൾ എത്ര കയറും ഈ വണ്ടി ലോൺ 7 ലക്ഷം റുപ്യ ലോണും കയറും ബലേനൊക്കെ ലോൺ കയറും കറക്റ്റ് കമ്പനി ഹിസ്റ്ററിലെ വണ്ടിയില്ലേ ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ 50,000 മുടക്കിൽ നല്ല കസ്റ്റമറൊക്കെ നമുക്ക് സുഖമായിട്ട് ഇറക്കാമല്ലേ അല്ലെങ്കിൽ 10-50 ഉറുപ്പ്യനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കും ചെയ്യാലോ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ ഇത് 20 മേലെ ഇത് മൈലേജ് കിട്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് അറിയാൻ കഴിയും അത് നമ്മൾ മെയിൻ ആയിട്ട് ഓക്കെ അതേമാതിരി നല്ല അടിപൊളി ഇത്യോസ് ഉണ്ട് ടയോട്ടന്റെ സഡാ വണ്ടി കിടക്കുന്നുണ്ട് സിൽവർ കളർ അല്ലേ അത് 2015 ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയിലെ ഉഷാർ വണ്ടി എത്ര ഓടിക്കണെന്നാല് ഇത് 1.25 ഓട്ടം ഓടിക്കണ്ട് 1.25 ഓട്ടം ഹിസ്റ്ററി ഉണ്ടോ ഹിസ്റ്ററി കറക്റ്റാ ഉള്ളാണ് ഹിസ്റ്ററി എടുത്തോട്ടെ നമ്പർ ചെക്ക് ചെയ്തെടുക്കാം വീഡിയോ നമ്മൾ ഇടണ്ടേ അതാണ് മറച്ചേക്കണില്ല നമ്പറുള്ള വീഡിയോ കസ്റ്റമർ ഹിസ്റ്ററി എടുത്തോട്ടെ എന്തും നോക്കിയാണ് പോന്നോട്ടെ ചെക്ക് ചെയ്തെടുത്താൽ മതി GDSP GDSP 2 എയർ ബാഗ് വരുന്നുണ്ട് രണ്ടാൾക്ക് എയർ ബാഗ് ആണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമുക്ക് 5,60,000 റുപ്യ കൊടുക്കാം 5-6 കൊടുക്കാം അതിന് കുറക്കണ്ടോ കുറച്ച് കൊടുക്കാം അപ്പൊ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഏകദേശം 5 റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് എന്താ ലോൺ വരും 10-60,000 മുടക്കിൽ നല്ല അടിപൊളി ഇത്യോസ് സഡാ വണ്ടി ഞങ്ങൾക്ക് കൊണ്ടുപോകാമല്ലോ മാക്സിമം ലോണാണ് നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോണാണ് അതേമാതിരി അതിന്റെ ഒരു വൈറ്റ് ഉണ്ടല്ലോ ഇത്യോസ് തന്നെ വൈറ്റ് ഇത് ടാക്സിയിലാണ് വണ്ടിയില്ലേ ടാക്സി ആണ് ടാക്സിയില് ഫുൾ പേപ്പർ ഉണ്ട് ടാക്സിൽ എല്ലാ പേപ്പറും ക്ലിയർ ഫുൾ പേപ്പർ പുതിയ പേപ്പർ GPS കാര്യങ്ങൾ ഇൻഷുറൻസ് ടാക്സ് എല്ലാം ഫുള്ള് പേപ്പർ എത്ര മോഡലുണ്ട് ഇത് 2013 വണ്ടിയാണ് 13 മോഡലാണ് ടാക്സിയിലാണ് GDSP GDSP അല്ല GD മാത്രമേ ഉള്ളൂ ഓക്കെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ന്യൂ ഷേപ്പ് വണ്ടി തന്നെയാണ് ന്യൂ ഷേപ്പ് ആണ് ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ എത്ര ഓടിക്കണം നല്ല ടാക്സി 1.85 1.85 ഓടിക്കുന്നുണ്ട് നമ്പറായ വണ്ടിയാണ് ഒന്നും ഗ്യാരണ്ടി നമ്മൾ പറയണ്ട മീറ്റർ കാർഡ് നമ്മൾ പറയുള്ളൂ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് ഉള്ളതല്ലേ ആന്നില്ല ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നും മാറിയില്ല കേക്ക് കുട്ടപ്പനാക്കി ചൊർക്കാക്കിനാണ് കൊടുക്കാം
എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് 3.5 ലക്ഷം റുപ്യക്ക് നമ്മൾ കൊടുക്കാം. 3 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ ടാക്സി ഇനിയിപ്പോ നമുക്ക് പ്രൈവറ്റ് ആയി കിട്ടുമോ? പ്രൈവറ്റ് ആക്കണേ നമുക്ക് പ്രൈവറ്റ് ആക്കാം. ആക്കി കൊടുക്കാം. ടാക്സിക്കാർക്ക് ഇതിന്റെ ലാഭമുള്ളൂ. ഫുള്ള് പുതിയ പേപ്പറൊക്കെ എടുത്തല്ലേ കൊടുക്കാം. അതിനെക്കാട്ടും നല്ലത് പ്രൈവറ്റ് വണ്ടിയാണ്. അത് വേറെ ഉണ്ട്, അത് വേറെ കൊടുക്കും ചെയ്യാം. അത് കൊടുക്കാം. ഇതൊക്കെ മൈലേജ് ഇട്ടിട്ടോ. അതേമാതിരി വീണ്ടും ഒരു ഇത്യോസ് തന്നെയാണ്, സെഡാൻ വണ്ടി തന്നെയാണ്, സിൽവർ ആണ്. 2015 വണ്ടിയാണ്. 15 തന്നെയാണ്. 15 നമ്പറായ വണ്ടി. നമ്പറായതാണ്. ഇത് GDSP ആണ്. GDSP 2000 ബാഗ്. കിലോമീറ്റർ ഓടിക്കുന്നാല് ഇത് 2 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് ഓട്ടാ. ഇത് 2 ലക്ഷം ആയതുകൊണ്ട് കറക്റ്റ് ആകാൻ 99% ചാൻസ് ഉണ്ട്. 99.9% ചാൻസ് ഉണ്ട്. മറ്റെന്താ വെച്ചാല് 1.10 1 ലക്ഷമൊക്കെ ആക്കിയാണ്ടല്ലോ അവിടുന്ന് വണ്ടി വരുന്നത്. അപ്പൊ മറിച്ചിട്ടുണ്ടാവും. ഇതെന്താ വെച്ചാ ഇത് മറിച്ചാൻ ചാൻസ് ഇല്ല എന്റെ അഭിപ്രായത്തില്. ഞാൻ എടുത്തിട്ടില്ല. ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഇല്ലല്ലേ? അത് മെയിൻ ക്ലാസ് മാറിയില്ല. സാധാരണ ഈ വണ്ടിക്ക് മെയിൻ ക്ലാസ് മാറില്ല. പക്ഷെ ഈ സംഭവം മാറി. നമ്മളെ കടിക്ക് എന്താ വെച്ചാൽ റീവണ്ടി വിചാരിച്ചിട്ട് നമ്മൾ അങ്ങാണ്ട് എടുത്തേക്കില്ല. ലോ ക്ലാസ് കേട്ടില്ല. നല്ല ക്വാളിറ്റി റീവണ്ടി ആണെങ്കിൽ കേരള വണ്ടിന്റെ ക്വാളിറ്റി മാത്രം നമ്മൾ കേട്ടുള്ളൂ. ഗ്ലാസ് മാറരുത്, ബോണറ്റ് മാറരുത്, അങ്ങനെ നമ്മൾ മാറ്റുള്ളൂ, കേറ്റുള്ളൂ. പിന്നെ ചെറിയ ഗ്ലാസ് മാറാൻ പുറത്തെ വണ്ടികൾ 90% ഗ്ലാസ് മാറിയ വണ്ടികൾ, ഗ്ലാസ് മാത്രമേ മാറിയ വണ്ടികളുള്ളൂ. ചിലത് തട്ടിക്കാണ്ട് മാറുന്നുണ്ട്, അത് വേറെ വിഷയങ്ങള്. പക്ഷെ നമ്മൾ അധികം ചെക്ക് ചെയ്താണ്ട് ഗ്ലാസും കാര്യം മാറാത്ത നമ്മൾ കേറ്റലുള്ളൂ. നമ്മൾ പുറത്തെ വണ്ടി കയറ്റുകയാണെങ്കിലും പുറത്തെ വണ്ടിന്റെ അല്ല, കേരള വണ്ടിന്റെ ക്വാളിറ്റിന്റെ മാത്രമേ കേറ്റുള്ളൂ. ഇത് നമുക്ക് 4,60,000 റുപ്യ കൊടുക്കാം. 4,60,000 കൊടുക്കാം. എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. ഇതിപ്പോ ലോൺ എത്ര കയറുന്നത്? 4 റുപ്യ ചെയ്ത് കൊടുക്കാം. 60,000 മുടക്കാനുള്ള അടിപൊളി ടയോട്ടയുടെ ഇത്യോസ് സെഡാൻ വണ്ടി കൊണ്ടുപോയ 2 എയർ ബാഗ് വരുന്ന വണ്ടി. ഓക്കെ. അതേ മാർക്കം നല്ല അടിപൊളി ടയോട്ട വീടുണ്ടല്ലോ. ഇത് 2016 വണ്ടിയാ. ഇത് വവ്വാല് നല്ല ചൊറുക്കുള്ള വണ്ടി. കേരള വണ്ടിയാ. ഒരു പാനല് പോലും വണ്ടി മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയില്ല, ഒന്നും ചെയ്തില്ല. കേരള വണ്ടിന്റെ ക്വാളിറ്റി പറഞ്ഞാണ്ട് കൊടുക്കും ചെയ്യാം. വണ്ടി കൊടുക്കാം. പ്ലാറ്റിനം ടൈപ്പ് ചെയ്തേക്കണോ, ഒക്കെ ചെയ്തേക്കണം. നമ്പറായ 2ാമത്തെ ഓണർഷിപ്പിൽ വണ്ടി. ഇത് ഓപ്ഷനാ GDSP. ടാക്സി അല്ലാത്ത GDSP. 2 എയർ ബാഗ്. കിലോമീറ്റർ ഓടിക്കുന്നത് ഇത് കിലോമീറ്റർ 1.40 ഓടിക്കണ്ടല്ലേ? സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറല്ല, അടിപൊളിയൊക്കെ ചെയ്ത വണ്ടില്ലേ? ഓണർഷിപ്പ് നിങ്ങളാ? 2ാമത്തെ അത്ര ഉള്ളു. റീപ്ലേസ് ഇല്ലപ്പോ ഒന്നുമില്ല, ഗ്ലാസും കാര്യങ്ങളൊന്നും മാറി. അതാണ്. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,90,000 റുപ്യ കൊടുക്കാം. എന്തായാലും കുറച്ച് കൊടുക്കാം. 16 GDSP ആണ്. 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഇല്ല. ഗ്യാരണ്ടി ആണ് മെയിൻ ആയിട്ടില്ലേ? പ്ലാറ്റിനം ടൈപ്പില് ഒക്കെ ചെയ്തേക്കണം. നീ എടുക്കുന്നൊക്കെ എണ്ണ അടിച്ചാ ഓടാ. ബുഷുകള് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തേക്കണം. അത് മാറ്റിയോ? ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഭാഗവും ഒക്കെയാണ്. സീറ്റർ അതുണ്ട്. നിലവില് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എണ്ണ അടിച്ചാണ്ട് ഓടാ, നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയില്ലേ? ഒരു 50,000 മുടക്കിൽ ഇറക്കാം. അവര് 4 റുപ്യ 4.10 നോക്കിട്ട് ചെയ്ത് നോക്കാല്ലേ? പ്രൊഫൈൽ മാക്സിമം ചെയ്യാം. എങ്ങനെ അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതെ, അത്ര നമുക്ക് നോക്കിട്ട് ചെയ്ത് കൊടുക്കാല്ലേ? അതേപോലെ അടിപൊളി എക്സ്പ്ലോസ് ഉള്ള നെക്സന്റെ ലക്സറി ഞങ്ങളില്ലേ? ഇത് 2017 12ാം മാസം വണ്ടിയാണ്. 12 മാസമാണ്. 18 ഇത് ഓപ്ഷൻ ആയിരുന്നു. ഇത് സീറ്റാണ്. സീറ്റാണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിന്റെ നേരെ താഴെ വരുന്നുണ്ട്. അലവിലൊക്കെ വരും. അലവില് കാര്യങ്ങളൊക്കെ വരും. കിലോമീറ്റർ ഓടിക്കുന്നാല് കിലോമീറ്റർ 1,40,45,000 ഓട്ടം. 1.5 ലക്ഷത്തിന്റെ സർവീസ് 1 ലക്ഷം റുപ്യന്റെ സർവീസ് കമ്പനിന്ന് എടുത്തു. ഒന്നും ചിന്തിക്കണ്ട. 10 കറക്റ്റ് 3 മാസത്തില് കറക്റ്റ് സർവീസ് ആണ്. കറക്റ്റ് ആണ്. 2 എയർ ബാഗ് ഉണ്ടല്ലോ. മേജറായിട്ട് ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ അടിപൊളി എക്സ്ക്ലോസർ. അത് നീല കളറാണ്. പെട്രോൾ ഡീസൽ? അത് ഹൈബ്രിഡ് ഡീസൽ. ഹൈബ്രിഡ് ആണ്. ഡീസൽ ആണ്. നല്ല മൈലേജ് ഉണ്ടോ? 25 വരെ മൈലേജ് കിട്ടും. ഓ, അത്ര ഗ്യാരണ്ടിയുള്ള വണ്ടിയില്. ഇത് എത്ര വണ്ടിക്ക് ചോദിക്കണ? ഇത് നമുക്ക് 7,60,000 റുപ്യ ചോദിക്കുന്നതാണ്. അത് കുറച്ച് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം. 7 ലക്ഷം ലോൺ കയറുമോ? 7 ലക്ഷം റുപ്യ ലോൺ കൊടുക്കാം. വെറും 10-50,000 മുടക്കില് നമുക്ക് വണ്ടി എന്തായാലും ഇറക്കാൻ പറ്റും. എന്തായാലും കുറക്കല് വേറെ ഉണ്ടാവും. തർക്കിച്ചാണ് കുറച്ചോളി. അതാണ്. ഡീസൽ എത്ര മൈലേജ്? ഡീസൽ 25 വരെ മൈലേജ്. മൈലേജ് പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ. അതേപോലെ നല്ല അടിപൊളി ക്രെറ്റ ഉണ്ടല്ലോ, വൈറ്റ് കളറ്. 2018 ആണ്.
18 മോളെ തന്നെ 1.6 ഓട്ടോമാറ്റിക് ഡീസൽ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് ആണ്, അത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? കുറെ ആൾക്കാർ ചോദിക്കാം ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി, അതും 18 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ന്യൂ ഷേപ്പ് മാറില്ല, അത് ഇപ്പത്തെ ടൈപ്പ് അല്ല, രണ്ടാമത്തെ ഒന്ന് റൗണ്ട് ആയിട്ട് വരും. അതെ, ആ ടൈപ്പുള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ഓടിക്കുന്നുണ്ട്? ഇത് 90,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. HZ കമ്പനി ഹിസ്റ്ററുള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. സീറ്റാറൊക്കെ നല്ല ലക്ഷറി കവറാണല്ലോ, പക്ഷെ വില കൂടിയ കവറാണ്. എത്ര വണ്ടികളാണ് ചോദിക്കുന്നത്? നമുക്ക് 13,60 ചോദിക്കുന്നുണ്ട്. അത് 13,000 റുപ്യ കൊടുക്കാം. ലാസ്റ്റ് കൊടുക്കുക. 10,000 കുറക്കും. ഒന്നും നോക്കിയില്ല. കസ്റ്റമർ അതിന് നമ്മൾ തൊലഞ്ഞാലും വേണ്ടില്ല, അവിടെ കുറച്ച് കൊടുക്കുക. അതാണ്. ലോൺ എത്ര കയറുന്നാല്? ലോൺ ഏകദേശം ഐറ്റൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ 12 റുപ്യ മാക്സിമം കയറും. ഒരു 2 റുപ്യ അല്ലെങ്കിൽ 1 റുപ്യ വേണം. വണ്ടി നമുക്ക് ഇറക്കാം. ഇങ്ങനത്തെ 10 മാപ്പിട്ടാകുമ്പോ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ അല്ലേ? എന്തായാലും മൈലേജ് എത്ര കിട്ടുമ്പോ ഡീസൽ ആകുമ്പോ? ഇത് 15 മേലെ എന്തായാലും മൈലേജ് കിട്ടും. 15 പറഞ്ഞു കൊടുക്കാം. അതേപോലെ ഒരു ബ്ലാക്ക് എഡീഷൻ കറ്റുണ്ടല്ലോ, നല്ല ചൊറുക്കല്ല ബ്ലാക്ക്. ഇത് 2019. 18 കഴിഞ്ഞ 19. ഇത് 1.4 വണ്ടി. 1.4 ആണല്ലേ? 6 ആണല്ലേ? 1.6 ആണ്. 1.4 ആണല്ലേ? ചില ലുക്കല്ല കാണാന്. ഈ സൺറൂഫും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, പക്ഷെ അലവില് കമ്പനി തന്നെ ചെയ്തല്ലേ? എക്സ്ട്രാ ചെയ്താണ്. നല്ല ബ്ലാക്ക് കളറാണ്, നല്ല ലുക്കുകളുണ്ട് അല്ലേ? മാനുവൽ ആണല്ലേ? കവർ കാര്യങ്ങളും ചെയ്തിട്ടില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കണോ? ഫാൻസി ടൈപ്പ് പുതിയത് ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. സെക്കൻഡ് സർവീസ് HZ കമ്പനിയാണ്. ഇഷ്ടമുള്ള വണ്ടി HZ കമ്പനി എടുക്കുന്നൊക്കെ ഒന്നും ഒന്നും നോക്കണ്ട. എത്ര വണ്ടികൾ ചോദിക്കുന്നത്? നമുക്ക് 8,60,000 രൂപ. 8,60,000 കൊടുക്കാം. അതിലെന്തെങ്കിലും കുറച്ചും കൊടുക്കാം. എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ലോൺ എന്തൊക്കെ 8 റുപ്യ കയറുമോ? 8 റുപ്യ ലോണ് 8 റുപ്യ വരെ കയറും. ഫുൾ ലോൺ തന്നെയാണ്. പ്രൊഫൈല് ഉള്ളവർക്ക് 750 സിവിൽ സ്കോർ ഉള്ളവർക്കൊക്കെ 8 ലക്ഷം രൂപ കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ ലോൺ ആണ്. അല്ലെങ്കിൽ ഒരു 10,000 20,000 50,000 മടക്കിലൊക്കെ വണ്ടി ആക്കാറല്ലേ? നമ്മളെ പ്രൊഫൈൽ നമ്മളെ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? ഇത് ഡീസൽ അല്ലാണ്ട് ഡീസൽ എത്ര മൈലേജ് കിട്ടും? 18-20 എന്തായാലും കിട്ടും. അതിൽ നല്ല അടിപൊളിയായിട്ട് പോകും. അമർന്ന് പോകും. ബ്ലാക്ക് കളറിന്റെ കരിമ്പലി മാറ്റുള്ള സാധനമാണല്ലേ? അടിപൊളിയാണ്. അതെ, അടുത്തോണ്ട് നല്ല അടിപൊളി ഇന്നോവ ആണല്ലോ. 2015 വിയ. 15 മോഡലാണ്. വി ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? സൈഡിൽ സ്കാറ്റിങ് ചെയ്തോണ്ടല്ലേ? അല്ല, സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ കമ്പനി വരും. ഇത് വരുന്ന ടൈപ്പ് 4 കമ്പനി ടൈപ്പ് 4 അല്ല. അങ്ങനെ. ഓക്കെ, അപ്പൊ കമ്പനി വരുന്നതാണ്. എത്ര ഓടിക്കുന്നത്? ഇത് 2 ലക്ഷം ഓട്ടം. കറക്റ്റ് ഓട്ടം? ഇത് കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. റീവണ്ടി ആണ് അപ്പൊ? റീവണ്ടി. ഇന്റർകൂളർ ഇഞ്ചൻ വരുന്നുണ്ട്. മൈലേജ് ഉണ്ടാവും. നല്ല വണ്ടി, ഉഷാർ വണ്ടി. സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. 7 സീറ്റ് വണ്ടിയാണ് അല്ലേ? 7 സീറ്റ് വണ്ടിയാണ്. അലവിയില് 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്ര കൂടും? ഇത് 3ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിൽ ഇപ്പൊ ഉള്ളത്. വേറെ മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല. ഒരു പാനല് പോലും വണ്ടി മാറിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മാറിയില്ല, ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടി അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 9,60,000 രൂപയാണ്. 9,60 ചോദിക്കണ്ടേ? അത് കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം. കൊടുക്കാല്ലേ? ലോൺ എത്ര കയറും? ഇത് നമുക്ക് ലോൺ 8 ലക്ഷം രൂപ ചെയ്തു. മാക്സിമം കയറും. ഒരു 1.5 ലക്ഷം മുടക്കിൽ നമുക്ക് നല്ല അടിപൊളി ഇന്നോവ കൊണ്ടുപോകാം. G4 ആണ്, ഫുൾ ഓപ്ഷൻ ആണല്ലേ? അല്ല, വി ആണ്, ഫുൾ ഓപ്ഷൻ ആണല്ലേ അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ. നല്ല അടിപൊളി 8 സീറ്റ് ഇന്നോവ അല്ലേ? 2015 വണ്ടിയാണ്. 15 ആണ്. അത് 14 ആണ്. ഇത് 15 ആണ്. ആ വിലക്ക് ഈ വണ്ടി കൊടുക്കാം. വണ്ടി കൊടുക്കാം. അത് 7 സീറ്റ്, 8 സീറ്റ്. 8 സീറ്റ്. ഇതാണ് ഓപ്ഷൻ. G4 ആണ്. മറ്റേ വി ആണ്. ഇത് G4 ആണ്. കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കമ്പനി കൊടുക്കും. എല്ലാം ഉണ്ട്. അതെ, സീറ്റാർ നോക്കാനുള്ള അടിപൊളിയാക്കി ചൊറുക്കാക്കി ചെയ്തോണ്ടില്ല. കിലോമീറ്റർ ഓടിക്കണമെന്നാല് കിലോമീറ്റർ 1.5 ലക്ഷം ഹിസ്റ്ററി ഉണ്ട്. 1.5 ലക്ഷം ഓടിക്കുന്നുണ്ട്. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററുള്ള അടിപൊളി ഇന്നോവ ആണ്. 2ാമത്തെ ഓണർ. അവിടെ ഒരാള്, ഇവിടെ ഒരാള്. ഇന്റർകൂളർ ഇഞ്ചൻ. നല്ല മൈലേജ് ഉണ്ടോ? ആൻഡ്രോയിഡ് സെറ്റ്, 4 ടയർ പുതിയത്, എല്ലാ പരിപാടി ഉണ്ട്. മെയിൻ വണ്ടി. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? ഫുള്ള് ഫിറ്റിംഗ്സ്, സ്റ്റീലും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തോണ്ട് 2 എയർബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു 9,60,000 ഇതും കൊടുക്കാം. 9,60,000 കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൊടുക്കാം. മാക്സിമം ലോണും കയറും. കൊടുക്കാം. ഒരു 1.5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റുമോ? 8 ലക്ഷം രൂപ ലോണ് മാക്സിമം കയറി ചെയ്യും. കസ്റ്റമർ എങ്ങനെ, ഓല പ്രൊഫൈൽ എങ്ങനെ, ഓല ബാങ്കിങ് എങ്ങനെ, അതിനനുസരിച്ചൊക്കെ നമുക്ക് കൊടുക്കാം. മാക്സിമം ലോൺ കയറുമല്ലോ? കൊടുക്കാം. അതേമാതിരി ഒരു ഇന്നോവ ക്രിസ്റ്റ ഉണ്ടല്ലോ, കുറച്ചും കൂടെ നീളം കൂടിയ വണ്ടിയില്ലേ? 17 ആണ്. വി ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുള്ള് നേരെ താഴെ വണ്ടി. പക്ഷെ
ഇതിന്റെ സെറ്റിന്റെ വീലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണ വണ്ടി ചെയ്താണല്ലേ 8 സീറ്റ് വണ്ടി വരുന്നില്ലേ ഉള്ളൊക്കെ സെറ്റ് ചെയ്തേക്കണു എത്ര ഓടിക്കണെന്നാല് ഇത് 1,25,000 1,10 കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാ അല്ല റിയ ആയ വണ്ടിയാണ് പക്ഷെ പ്രോപ്പർ കേരള വണ്ടിന്റെ ഹിസ്റ്ററിയിലാണ് 10 മാരിയുള്ള ഹിസ്റ്ററുള്ള വണ്ടിയാണ് ഹിസ്റ്ററിയിലാണ് ഇത് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി ഹിസ്റ്ററി എടുത്തോട്ടെ ഹിസ്റ്ററിയിൽ എന്തോ ഒരു പമ്പർ കാര്യങ്ങൾ എന്തൊക്കെ ടച്ചപ്പ് ചെയ്ത് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ സെക്കൻഡ് ഓണർഷിപ്പ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് 17,4 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നുണ്ട് അത് എന്തായാലും കുറച്ചുകൂടി കൊടുക്കും എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോണ് കയറൂലേ ലോൺ നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം 15 റുപ്യ ചെയ്ത് കൊടുക്കാം 15 ലക്ഷം വരെ മാക്സിമം ലോൺ കയറും അടുത്ത വരെ ചെയ്ത് കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എന്തായാലും ഒരു 2-3 ലക്ഷം ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ ഇത് എത്ര മൈലേജ് മാക്സിമം ചെയ്യാലോ ഇതിപ്പോ ഡീസൽ ആവുമ്പോൾ മൈലേജ് കിട്ടും 12-13 അതന്നെ ഉള്ളു ഇന്നോവന്റെ മൈലേജ് തന്നെ ക്രിസ്തുള്ളൂ ധൈര്യമായിട്ട് പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസയർ ആണ് നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്ത വണ്ടി എങ്ങനെ മോഡൽ 2014 മോഡൽ 14 മോഡലാണ് അലവിലൊക്കെ ചെയ്ത വണ്ടി രണ്ടാമത്തെ ഓണർഷിപ്പില് വീഡിയോ ഉണ്ട് നല്ല ക്വാളിറ്റി ആണ് ഉഷാർ വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി എത്ര ഓടിക്കണമെന്നാല് 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ട് ഓണർഷിപ്പ് 1-2 ഇത് രണ്ടാമത്തെ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ലാത്തോണ്ട് ഒന്നുമില്ല എത്ര ഈ മുതലിന് ചോദിക്കുന്നത് 4.10 നമ്മൾ ഉദ്ദേശിക്കേണ്ടത് മാത്രം എന്തായാലും കുറച്ച് മാറ്റം ചെറിയ എണ്ണക്കായി കുറച്ച് തരുമല്ലോ അല്ലെ ലോൺ എത്ര കയറുന്നല്ലേ ലോൺ നമുക്കൊരു 3.5 റുപ്യ ചെയ്തോളൂ 3 ലക്ഷം മാക്സിമം ലോൺ കയറും ഒരു 10,70,000 50,000 60,000 മടക്കിലൊക്കെ വണ്ടികൾ അടിപൊളി സടാ വണ്ടി മാരുതിന്റെ വണ്ടി ഉണ്ടാക്കാം ഡീസലാണ് മൈലേജ് എത്ര കിട്ടും മൈലേജ് 18-20 സുഖമായിട്ട് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറയാം ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടോ 800 ആണ് സാധാരണക്കാര വണ്ടി എങ്ങനെ മോഡൽ 21 പുതിയ വണ്ടി 2021 മോഡല് ന്യൂ ഷേപ്പ് വണ്ടി അല്ലേ ന്യൂ ഷേപ്പ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് 28,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് LXi 4 ടയർ പുതിയതിട്ടാറ് ഓടിയിട്ടില്ല അതാ നേരെ കേട്ടിരുത്തില്ല അതാണ് അത്ര കയറ്റി പറഞ്ഞു കൊടുക്കാൻ വണ്ടിയാണ് 4 പുത്തൻ ടയർ നമ്മിട്ടാണ് നല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടിയാണ് AC ബസ് സ്റ്റാറിങ് 2 ഡോർ വിൻഡോ എയർ ബാഗ് അല്ലല്ലോ എയർ ബാഗ് ഒരു എയർ ബാഗ് ABS അവരുണ്ട് ഒരു എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടിയാണ് ഫുള്ള് കണ്ടീഷൻ വണ്ടി അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് 4 റുപ്യ ചോദിക്കണ്ടേ 3,90,000 റുപ്യ ഫൈനലാക്കി കൊടുക്കാം ലോൺ എത്ര കയറും ഏകദേശം 3.25 റുപ്യ ലോൺ ചെയ്യാം മാക്സിമം ലോൺ കയറും അതും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ 18 ലെവലിൽ എന്തായാലും മൈലേജ് അതേമാതിരി തന്നെ വീണ്ടും ഒരു അൾട്ടോ 800 ആണ് ചോപ്പ് കളറാണ് 2021 ഉണ്ട് 21 മോഡലാണ് ഇതിന് എയർ ബാഗ് ABS ഒക്കെ വരുന്ന വണ്ടി 10,000 കിലോമീറ്റർ ആകെ ഓടിച്ചോളൂ വെറും 16 കിലോമീറ്റർ ഓടിച്ചോളൂ 10,000 കിലോമീറ്റർ LXi ആണ് ഓണർഷിപ്പ് എത്രയാണോ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 10,000 കിലോമീറ്റർ ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് ഇല്ലാത്തണ്ട് കമ്പനി സ്ഥലമൊക്കെ ഉള്ള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് 4 റുപ്യ ചോദിക്കുന്നുണ്ട് അത് ചോദ്യം മാത്രമാണ് എണ്ണക്കായി കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും ലോണ് കാര്യങ്ങൾ എങ്ങനെ 3.55 3.3 ആ റേഞ്ചിലൊക്കെ ലോൺ ചെയ്തു എന്തായാലും കയറും ധൈര്യം പറഞ്ഞു കൊടുക്കാം വെറും 15,000 അല്ലെ 20,000 മുടക്കാങ്ങൾ കയ്യിലുണ്ടോ നല്ല അടിപൊളി 21 മോഡല് അൾട്ടോ 800 കൊണ്ടാ 18 മൈലേജ് ഇട്ടുള്ള വണ്ടി AC ബസ് 2 ഡോർ വിൻഡോ ഒരു എയർ ബാഗ് ABS വരുന്നുണ്ട് 10,000 കിലോമീറ്റർ സ്റ്റെപ്പിന് ടയർ എടുത്തിട്ടില്ല 16 ഓട്ടോ ഓടിയിട്ടുള്ളൂ ഇത് തുറന്നുകാണ്ട് നോക്കാം പുത്തൻ വാസന മാറിയിട്ടില്ല കവറൊന്നും മാറിയില്ല പൊട്ടിരിച്ചില്ല എല്ലാം കൊണ്ട് ഉഷാറുണ്ട് 25,000 15,000 മുടക്കിൽ വണ്ടി കൊണ്ടാകാം ഉഷാറുണ്ട് അല്ലേ അടുത്ത വണ്ടി വീണ്ടും അൾട്ടോ 800 ആണല്ലോ 21 VXi ഇത് 321 അല്ലേ 321 LXi ആണ് VXi 2 എയർ ബാഗ് ABS പിന്നെ കമ്പനി സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാം എന്റെ വണ്ടിയാണ് കിലോമീറ്റർ ഓടിക്കുന്നത് കിലോമീറ്റർ 35 ഓട്ടം 4 അപ്പോളോന്റെ 4 പുത്തൻ ടയർ ഇട്ടൂല അതാറുണ്ട് എത്ര ഓടിക്കുന്നേ 35 ഓടിയിട്ടുള്ളൂ 2,000 ഷോറും കണ്ടീഷനിലും കൊണ്ടുപോകാം എത്ര നീ വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് 3,70,75,000 റുപ്യ കൊടുക്കാം 3,70,75,000 റുപ്യ ലോൺ ഇട്ട് കൊടുക്കാം ഫുൾ ലോൺ ആണോ അപ്പൊ ഉറപ്പ് മുടക്കാതെ 2 എയർ ബാഗ് ഉണ്ട് ഇതിന് ചെറിയൊരു ഫാൾട്ട് ഉണ്ട് ഈ ഗ്ലാസ് മെയിൻ ഗ്ലാസ് മാറിയതാണ് മെയിൻ ഗ്ലാസ് മാത്രം കമ്പനി ഹിസ്റ്ററിയിലെ മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ മാറിയിട്ടുണ്ടല്ലേ തേങ്ങ മൂണതാണ് ചക്ക മൂണതാണ് അതൊന്നും നമ്മൾ പറയണില്ല നമ്മൾ കണ്ടിട്ടില്ല ഹിസ്റ്ററി നമ്മൾ എടുത്തപ്പോ മെയിൻ ഗ്ലാസ് ഫാൾട്ട് ഉണ്ട് പമ്പർ എന്തോ ടച്ചിങ്ങും കാര്യങ്ങളോ അതും ഉണ്ട് വേറെ കുത്തി ബോണറ്റ് കാര്യങ്ങള്
ഒന്നും പോയിട്ടില്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്നില്ല, ഒന്നുമില്ല. നമ്മളുള്ളത് ഇങ്ങനെ അടി ചോദിച്ചില്ല, റീപ്ലേസ് ഉണ്ടോ അങ്ങനെ റീപ്ലേസ് മെയിൻ ക്ലാസ് മാറിയ വണ്ടിയാണ്, വേറെ ഒന്നുമില്ല. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാൻ നല്ല കസ്റ്റമർ ആണെങ്കിൽ 4 ടയർ പുതിയതുണ്ട്. VXI ആണ് വണ്ടി, എക്സ്ട്രാ ചെയ്യേണ്ട സ്റ്റീല് കാര്യങ്ങളൊക്കെ, ഡോർ വൈസർ, ബീഡിങ്, എല്ലാ ഫിറ്റിംഗ്സും ഉള്ള ഒരു വണ്ടി. ഇനി അതേ മയക്കത്തെ വണ്ടി തന്നെ 22,000 ഓടി, 22,000 ഓടി വണ്ടി 2,000 രൂപയ്ക്ക് ഉള്ളത്. മെയിൻ ക്ലാസ് കൂടി മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. ഇത് 4 ലക്ഷം റുപ്യാണ്, 4 ലക്ഷം റുപ്യ. ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം നമുക്ക്. 22,000 ഓടിയിട്ടുള്ളൂ. സർവീസും കാര്യമൊക്കെ കമ്പനി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്. നല്ല ഉഷാർ വണ്ടി അല്ലേ? മലപ്പുറത്ത് പുതിയ വണ്ടി ഇറങ്ങി, 4 ഇറങ്ങിയ വണ്ടിയാണ്. ഇത് ഫുൾ ആണോ? ഇത് ചെറിയ ഒരു 10-15 ചെറിയ മുടക്ക് നമ്മളെ പേപ്പർ പൈസ തരണ്ടേ? അത്രേ ഉള്ളൂ അല്ലേ? ഒരു 15,000 മുടക്ക് അല്ലെങ്കിൽ 10,000 മുടക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി Altonor 21 മോഡൽ വണ്ടി. VXI ആണ്, 2 എയർ ബാഗ് വരുന്നത്. ഫുൾ ഓൺ കയറി പറഞ്ഞാല് 750 മേലെ സിവിൽ സ്കോർ നിർബന്ധമാണ്. അതൊക്കെ ഉള്ളവർക്ക് നമുക്ക് ചെയ്തു ഫുൾ ഓൺ കൊടുക്കാം. ചെറിയൊരു പൈസ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ പൈസ കൊടുക്കും ചെയ്യാലല്ലേ? ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ചെറിയ കാര്യം ഒരു 7 സീറ്റ് എർട്ടിക്ക നടക്കുന്നത്. ZDI പ്ലസ്. ഓ, വീണ്ടും ഫുൾ ഓപ്ഷനിൽ അടിപൊളി എർട്ടിക്ക 7 സീറ്റ് വണ്ടി, ZDI പ്ലസ്. അതെ. എങ്ങനെ മോഡൽ ഉണ്ട് ഇത്? 2016 മോഡൽ. 16 ആണല്ലേ? ഏറ്റവും ഫുള്ളോട് വണ്ടി അല്ലേ? നല്ല കടന്നുറങ്ങാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് വെച്ചോണ സീറ്റ് ഒക്കെ. നല്ല സീറ്റ് അവരും കാര്യങ്ങളൊക്കെ. 8 സീറ്റ് വണ്ടിയാ? സൺസീറ്റ് ഉണ്ട്. ഹൈബ്രിഡ് ഇഞ്ചിനായിരം. ഹൈബ്രിഡ് ആണ്. അപ്പൊ നല്ല മൈലേജ് ഉണ്ടോ? മൈലേജ് ഉണ്ടാവും, 25 മൈലേജ് ഉണ്ടാവും. എന്തായാലും കിട്ടും. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,15,000 രണ്ടാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. അതാണ്. എത്ര വണ്ടി കൊണ്ട് ചോദിക്കണ്ടേ? ഇത് നമുക്ക് 7.5 ലക്ഷം റുപ്യ ചോദിക്കണ്ടേ? ചോദ്യം മാത്രം. 6.5 ലക്ഷം റുപ്യ നമുക്ക് ലോൺ കിട്ടും. മാക്സിമം വരും 1 ലക്ഷം മുടക്കില് 7 സീറ്റ് എർട്ടിക്ക ഹൈബ്രിഡ് മൈലേജ് വണ്ടി കൊണ്ടുപോകാം. ടോപ്പ് എൻഡ് മോഡൽ, ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടിയില്ലേ? അടുത്ത വണ്ടി നല്ല അടിപൊളി അൾട്ടീസ് ആണല്ലോ. 2012 വണ്ടി. 12 അൾട്ടീസ്. ഇത് ഓപ്ഷനാ? ജെ ഓപ്ഷനാ? ജെ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്, നമ്പറായ വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട്, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയില്ലേ? ഒന്നുമില്ല. സീറ്ററൊക്കെ ഉഷാറാണ്. എന്നോട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് നമ്പറായ വണ്ടി എടുക്കുകയാണെങ്കിലും കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എടുക്കുള്ളൂ. ആ ഗ്യാരണ്ടി വേഗം പറയേണ്ട കേസ് എന്താ വെച്ചാൽ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്താണ് ആ ലെവലിൽ കൊടുക്കുമല്ലോ. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? ഇത് നമുക്ക് 4.5 ലക്ഷം റുപ്യ കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കസ്റ്റമർ വന്നോട്ടെ ചെയ്ത് കൊടുക്കാല്ലേ? നല്ല ക്വാളിറ്റി, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇതിമ ലോണ് കാര്യങ്ങളൊക്കെ 3.5 റുപ്യ വരെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഒരു 10,000 മുടക്കില് കൊടുക്കാൻ പറ്റും അല്ലേ? വണ്ടി ഇറക്കാല്ലേ? ഡീസൽ എത്ര മൈലേജ് ഇരുന്നാല്? ഇതൊരു 20 സുഖമായിട്ട് കിട്ടും, മൈലേജ് കിട്ടും, ധൈര്യമായിട്ട് പറയാം. ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട അൾട്ടീസ് ആണല്ലേ? ന്യൂ ഷേപ്പ് അൾട്ടീസ് ആണല്ലേ? ഓ, നല്ല ചൊറുക്കുള്ള ന്യൂ ഷേപ്പ് ആണ്. 15 മോഡല്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ജെ ഓപ്ഷൻ വണ്ടി. സെയിം തന്നെ ആണല്ലേ? അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ? നല്ല ലക്ഷറി ലുക്കുള്ള നല്ല ചൊറുക്കുള്ള വണ്ടില്ലേ? അടിപൊളിയാണ്. ഓക്കെ. എത്ര ഓടിക്കണെന്നാല്? ഇത് 1,80,000 ചില്ലാൻ ഓട്ടം. കറക്റ്റ് സർവീസ് വണ്ടി. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയില്ല? കറക്റ്റ് സർവീസ്. എത്ര വണ്ടി? ഒരു കേരള വണ്ടി? 3 ചാവി, 4 ചാവി ഉണ്ട്. 4 ചാവി വണ്ടി. ഓ, നമ്പറായ വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പിൽ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ. ഹിസ്റ്ററി ഉള്ള വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. കമ്പനിയുടെ ഹിസ്റ്ററി എടുത്തോട്ടെ, നമ്പർ കൊടുക്കാം, നമ്പർ മാറി എടുത്തോട്ടെ, ഗ്യാരണ്ടി തന്നെ കൊടുക്കാം. 65 കമ്പനി പോയി ഹിസ്റ്ററി എടുത്തോട്ടെ, ഇന്നെടുത്താൽ മതി. അത്ര ഗ്യാരണ്ടി. എത്ര വണ്ടി ചോദിക്കും? ഇത് നമുക്ക് 7,000 റുപ്യ കൊടുക്കാം. 7 രൂപ വെച്ചാണ് 7 ലക്ഷം കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 6 റുപ്യ മാക്സിമം ലോൺ കയറും. 1 ലക്ഷം മുടക്കാം. 6 റുപ്യ ചെയ്ത് കൊടുക്കാല്ലേ? 1 ലക്ഷം അല്ലെ 70,000 മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം. പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാത്രം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ ഇത് 18-20 സുഖമായിട്ട് മൈലേജ് കിട്ടും. യാത്രക്ക് സുഖം. അതാ പറഞ്ഞത്, ആ ഗ്യാരണ്ടി ആണല്ലേ? ഓക്കെ. അടുത്ത വണ്ടി നല്ല അടിപൊളി നിസാന്റെ സണ്ണിക്കുട്ടനാണ്. സണ്ണിക്കുട്ടൻ 2013 XP പ്രീമിയം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. XP ആണ്, പ്രീമിയം ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. കിലോമീറ്റർ 1,37,000 കിലോമീറ്റർ.
ഓടിക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഇതിന്റെ നമ്പറായ വണ്ടിയാണെങ്കിൽ ഇതേ മോഡല്, ഇതേ ഫുൾ ഓപ്ഷൻ വണ്ടി, ഇതേ ക്വാളിറ്റിയിൽ നമ്മളടുത്ത് 13 വണ്ടി പോളിഷിംഗിലാണ്, ടച്ചിങ്ങും പോളിഷിംഗ് കയറിയതാണ്. ഇതേ ഓപ്ഷൻ വണ്ടി, അതായത് നമ്പറായ വണ്ടി ഒല വണ്ടി ഇറങ്ങിയല്ല, അതല്ല. എക്സ്പീലാണ് പ്രീമിയം, നല്ല വണ്ടി, പ്രീമിയം. ഔഡി ഇവിടെ ഒരാളെ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്പറായ വണ്ടി വരാനുള്ളത് 3ാമത്തെ ഓണർഷിപ്പിലാണ്. ഇത് പിന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്, അതിന്റേതായ ക്വാളിറ്റി ഇതുണ്ട്. നല്ല വണ്ടി. ഈ വണ്ടി എത്ര 360. 360 ഈ വണ്ടിക്ക് എന്തെങ്കിലും പൊട്ടിച്ചും കൊടുക്കും, ലോൺ കൊടുക്കാം. ഒരു 3 റുപ്യേന്റെ അടുത്ത് ലോൺ കിട്ടും. ലോൺ കയറും. ഒരു 10-60,000 കൊടുക്കില്ല. ഈ സണ്ണി ഇറക്കാം. ആ സണ്ണിക്ക് എത്ര വില? ആ സണ്ണിക്ക് നമുക്ക് 1 ലക്ഷം കുറച്ച് വെക്കാം. ഇത് 360 260 അത്ര ഉള്ളൂ. 2.5 റുപ്യ കൊടുക്കാല്ലേ? അതിന് ലോൺ കയറും. 2 റുപ്യ ലോൺ കയറും. അതിൽ 60,000 മുടക്കിൽ ഇറക്കാം. ഇത് 360 ഇതിൽ 60,000 റുപ്യ ഇറക്കാറല്ലേ? എങ്ങനെ ഇറക്കാം? ഒക്കെ ഡീസലാണ്, മൈലേജ് ഉണ്ടോ? ധൈര്യം പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ട്സ്, അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചില വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ അറിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പറഞ്ഞപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.